നമസ്കാരം. മിമിക്രി മേഖലയിൽ ഒരു താര രാജാവുണ്ടെങ്കിൽ അത് മഹേഷ് കുഞ്ഞുമോനാണ്. അത്ഭുതം തോന്നും മഹേഷ് കുഞ്ഞുമോൻ്റെ മിമിക്രി കാണുമ്പോഴേക്ക്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ആർക്കൊക്കെ അനുകരിക്കാൻ കഴിയും, ഇത്ര കൃത്യമായിട്ട് പലരുടെയും ശബ്ദം അനുകരിക്കാൻ കഴിയുന്ന ഒരു മിമിക്രി താരത്തെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. സാധാരണയായി പലരും മിമിക്രി അവതരിപ്പിക്കുമ്പോൾ ഒരു താരത്തിൻ്റെ അതേ ഡയലോഗ്, അതേ മോഡുലേഷൻ അവതരിപ്പിച്ചാൽ അത് മിമിക്രിയായി എന്ന് ചിന്തിക്കുകയും അത് കൈയടിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് വെറുതെ ഒരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് എമ്പുരാനിലെ ലാലേട്ടനായി എന്ന് പോലും ചിന്തിക്കുന്ന ഈ കാലത്താണ് മഹേഷ് കുഞ്ഞുമോൻ വ്യത്യസ്തനാകുന്നത്. കാരണം വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് അദ്ദേഹം മിമിക്രി അവതരിപ്പിക്കാറുള്ളത്. അദ്ദേഹം ഒരു വലിയ ആക്സിഡൻറ്റിന് ശേഷം തിരിച്ചു വന്നതാണ്. തിരിച്ചുവരവിൽ പോലും ഗംഭീരമായിട്ടും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുമാണ് ഓരോരുത്തരെയും മഹേഷ് കുഞ്ഞുമോൻ അവതരിപ്പിക്കുന്നത്. മഹേഷ് കുഞ്ഞുമോൻ സ്വാഭാവികമായും ഒരു പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പല സ്റ്റേജ് പരിപാടികൾക്കും പോകാറുണ്ട്, പല ഷോസും അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് അയർലൻഡിലെ ഒരു ഷോ മഹേഷ് കുഞ്ഞുമോൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ശബ്ദം എടുക്കാനുള്ള ഒരു സമയം എത്തിയപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് പറഞ്ഞില്ല. മഹേഷ് കുഞ്ഞുമോൻ പറഞ്ഞത് അടുത്തതായി ഇനി വി.ഡി. സതീശൻ്റെ ശബ്ദം എന്നുള്ള രീതിയിലേക്കാണ് പോയത്. അത് പോയത് ഇപ്പോൾ മഹേഷ് കുഞ്ഞുമോന് തന്നെ തലവേദനയായി മാറിയിരിക്കുകയാണ്. ശക്തമായ സൈബർ അറ്റാക്ക് ഇപ്പോൾ മഹേഷ് കുഞ്ഞുമോനെതിരെ സംഭവിക്കുകയാണ്. അതിന് കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ബഹുമാനിക്കാനോ ഒന്നും തയ്യാറാകാതെ അദ്ദേഹത്തിനെ ഒരുമാതിരി രീതിയിൽ അവതരിപ്പിച്ചു എന്നതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതായത് കൃത്യമായ രീതിയിലായിരുന്നില്ല, കളിയാക്കുന്ന രീതിയിലായിരുന്നു എന്നതാണ് ഒരു വിഭാഗം ആളുകളുടെ അഭിപ്രായം. രണ്ട്, വി.ഡി. സതീശൻ എന്നാണ് മഹേഷ് കുഞ്ഞുമോൻ പറഞ്ഞത്. സാധാരണയായി പിണറായി വിജയനെ അനുകരിക്കുന്ന സമയത്ത് മഹേഷ് കുഞ്ഞുമോൻ കൃത്യമായി പറയുമല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന്. എന്തുകൊണ്ട് വി.ഡി. സതീശൻ വന്നപ്പോൾ സർ വി.ഡി. സതീശൻ എന്നോ മുഖ്യമന്ത്രി വി.ഡി. സതീശനോ എന്ന് പറഞ്ഞില്ല? ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റിന് ഒരു ബഹുമാനം കൊടുക്കാനെങ്കിലും തയ്യാറാകണം മഹേഷ് കുഞ്ഞുമോൻ എന്നതാണ് വേറൊരു വിഭാഗത്തിലുള്ള വിമർശനങ്ങൾ. ഈ രണ്ട് വിമർശനങ്ങളെക്കാൾ ഉപരി ശക്തമായ രീതിയിലുള്ള വ്യക്തിഹത്യകൾ ഉൾപ്പെടെ ഇപ്പോൾ മഹേഷ് കുഞ്ഞുമോനെതിരെ സംഭവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. മഹേഷിൻ്റെ ടാലൻറ്റിനെ അല്ല അവിടെ ചോദ്യം ചെയ്യുന്നത്. മഹേഷിൻ്റെ ചോദ്യം ചെയ്യുന്നത് മഹേഷ് മുഖ്യമന്ത്രി എന്ന പദം ഉപയോഗിച്ചില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ്. സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് ആളുകൾ, വക്താക്കൾ ഇവരുൾപ്പെടെയുള്ളവർ ഇപ്പോൾ മഹേഷ് കുഞ്ഞുമോനെതിരെ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തുകയാണ്. അതിനിപ്പോൾ മഹേഷ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. മഹേഷിൻ്റെ മറുപടി ഇപ്രകാരമാണ്: ആരെയും വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുക എന്നത് എൻ്റെ ഉദ്ദേശമല്ല. എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്യതയോടെ പ്രകടിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതാണ് പറഞ്ഞത്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. മുഖ്യമന്ത്രി എന്ന ടേം എന്തുകൊണ്ട് യൂസ് ചെയ്തില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യാമായിരുന്നല്ലോ എന്നതുൾപ്പെടെ മഹേഷ് കുഞ്ഞുമോനോട് ചോദിക്കുന്നതൊക്കെ സ്വാഭാവികമായ ഒരു എന്താ പറയുക, ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായിട്ടോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി കോൺവെർസേഷനായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ മഹേഷ് കുഞ്ഞുമോനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, തെറി വിളിക്കുക, വ്യക്തിഹത്യ നടത്തുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതിൽ സൈലന്റ് ആയിട്ട് നിൽക്കാൻ മഹേഷ് കുഞ്ഞുമോൻ തയ്യാറായില്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത്. ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നുവെന്നും മഹേഷ് പറയുന്നു. അതായത് മാപ്പ് പറയുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി എന്നൊരു പദം ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ സൈബർ ലോകത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും ഒക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കമൻറ്റ് ചെയ്തവർക്കൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാഗത്ത് നിന്നും ക്ഷമ ചോദിക്കുന്നുണ്ട് എന്നതുകൂടി മഹേഷ് കുഞ്ഞുമോൻ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മഹേഷുമായി ബന്ധപ്പെട്ട മഹേഷിൻ്റെ കലയെക്കുറിച്ചോ മഹേഷിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനെ കുറിച്ചൊന്നും ഇവിടെ ആർക്കും ചോദ്യങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാറുള്ളത്. സാധാരണയായി മഹേഷ് കുഞ്ഞുമോൻ്റെ മിമിക്രി പ്രകടനങ്ങൾക്ക് വലിയ കയ്യടിയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇവിടെ ഈ മുഖ്യമന്ത്രി എന്ന പദം ഉപയോഗിച്ചില്ല എന്നതാണ് ഇപ്പോൾ മഹേഷ് കുഞ്ഞുമോനെതിരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായിട്ട് നിൽക്കുന്നത്. അതൊരു വലിയ തിരിച്ചടിയായിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ മഹേഷ് കുഞ്ഞുമോൻ്റെ ഭാഗത്ത് നിന്നും ഒരു മാപ്പ് പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.